തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയതിനെതിരായ ഹർജികളിൽ ഹൈക്കോടതി ഇടപെടില്ല. കോടതിക്ക് മുന്നിൽ ഇന്നത്തെ 6 ഹർജികളും ഹൈക്കോടതി തള്ളി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് കോടതി തള്ളിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് ഇതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ തിരിച്ചടിയല്ലേ? എന്താണ് ഈ ഹർജികളിൽ ഹൈക്കോടതി ഇടപെടാത്തതിനുള്ള കാരണം? എന്താണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ? അശ്വതി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകൾ വിവിധ കാരണങ്ങളാൽ തള്ളിയ സംഭവത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ചില ഹർജികൾ 6ഓളം ഹർജികൾ ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ ഈ ഹർജികളിലൊന്നും തന്നെ ഹൈക്കോടതി ഇടപെട്ടില്ല. കാരണം റിട്ട് ഹർജികൾ നിലനിൽക്കില്ല, പകരം തെരഞ്ഞെടുപ്പ് ഹർജികളാണ് നിലനിൽക്കുക എന്നുള്ള ഒരു പരാമർശത്തോടു കൂടിയാണ് ഹർജികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ് അതിന്റെ നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുത്തു. അതിന്റെ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയവും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഹർജികൾ പരിഗണനയ്ക്ക് വന്നത്. അതുകൊണ്ട് തന്നെ റിട്ട് ഹർജികളിൽ ഇനി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. പകരം ഇലക്ഷൻ പെറ്റീഷൻസുമായി ആണെങ്കിൽ അക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുമെന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ, അതായത് പലയിടത്തും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങളുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളി എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഡമ്മികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല മുന്നണികൾക്കും പലയിടത്തും സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു അനുകൂല ഇടപെടൽ ആവശ്യപ്പെട്ടത്. പക്ഷേ റിട്ട് ഹർജികൾ ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെടില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടാണ് ഈ 6 ഹർജികളും തള്ളിയിരിക്കുന്നത്. അശ്വതി. യെസ് രേഷ്മ, അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയതിനായ ഹർജികളിൽ ഹൈക്കോടതി ഇടപെടില്ല എന്നുള്ള വാർത്തയാണ് രേഷ്മ ബാബു പ്രേക്ഷകരിലെത്തിച്ചത്.